നേതാക്കന്മാരൊക്കെ പിന്തുണയായിട്ട് വരുന്നുണ്ട്. പക്ഷെ എന്നിട്ട് സമരം തീരുന്നില്ല അല്ലേ? സമരം ഇതുവരെ തീർന്നില്ല. അവരൊന്നും തീരുമാനിക്കുന്നില്ല. അവർ തീരുമാനിച്ചാൽ സമരം തീരും. വിചാരിക്കണം, അവർ ആത്മാർത്ഥ വിചാരിക്കണം. ഭരണക്കാർ എത്ര ദിവസമായിട്ട് ഇനി ഇങ്ങനെ പോകും? ഇനിയിപ്പം തീരില്ലല്ലോ എന്തായാലും. ആവശ്യങ്ങൾ ഞാൻ ആശാവർക്കറല്ല, ഞാൻ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആണ്. അവര് ഇതിന്റെ വിജയം കണ്ടിട്ടേ മാറും. പിന്തുണച്ച് വരാനുള്ള ഒരു കാരണം എന്താ? പിന്തുണച്ച് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവർ ഉന്നയിക്കുന്ന ഡിമാൻഡുകൾ ജെനുവിനായിട്ട്. അതെ, നമ്മൾ ഇവരൊക്കെ ഈ ഭരണക്കാരൊക്കെ എത്ര ലക്ഷങ്ങൾ എഴുതി വാങ്ങി എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? 232 രൂപയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് ഇവർ പറഞ്ഞതല്ലേ. പിന്നെന്താ? സമരക്കാർ, ആശാവർക്കർമാർ മാത്രമല്ല സ്മൃതി, അതിന് പിന്തുണ അർപ്പിച്ചിട്ടുള്ള ധാരാളം ആളുകളും ഇവിടേക്ക് വരുന്നു എന്നുള്ളതാണ്. ില്ല MG റോഡ് പൂർണ്ണമായും ഉപരോധിച്ചുകൊണ്ടുള്ള സമരമാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തി ആ സമരം റോഡ് ഉപരോധിച്ച് തന്നെ മുമ്പോട്ട് പോകും അല്ലേ? മാർഗമില്ല. അതെ. റോഡ് ഉപരോധിക്കാനുള്ള കാരണം എന്താ? റോഡ് ഉപരോധിച്ചുള്ള സമരത്തിന്റെ കാരണം എന്താ? ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണോ? അതെ, എന്തായാലും മുദ്രാവാക്യം അംഗീകരിക്കണം അല്ലേ? ഞങ്ങൾ 35 വർഷമായി ഈ സേവനം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴും ആക്ടിവിസ്റ്റുകളെന്നാണ് പറയുന്നത്, തൊഴിലാളിയായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഒരു പ്രയാസമുണ്ട്. അതെ, ആ സ്മൃതി അങ്ങിങ്ങായി കൂടിയിരുന്നു കൊണ്ട് ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. നമുക്കൊന്ന് കേൾക്കാം. പിന്നോട്ടില്ല, പിന്നോട്ടില്ല, ഒന്നിച്ചൊന്നായി മുന്നോട്ട്, അടിയുടെ മുന്നിൽ, പടയുടെ മുന്നിൽ. ശക്തമായ മുദ്രാവാക്യങ്ങളാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പല ജില്ലകളിൽ നിന്നും രാവിലെ തന്നെ ഇവിടെ എത്തിയവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ്. എവിടുന്നാണ്? ഏത് ജില്ലയിൽ നിന്നാണ്? എവിടുന്നാണ് വരുന്നത്? ഏത് ജില്ലയിൽ? തിരുവനന്തപുരം. നേരത്തെ ഇവിടെ സമരത്തിന് വന്നിട്ടുണ്ട്. ശക്തമായ പിന്തുണ അറിയിച്ചുകൊണ്ട് തന്നെയാണ്. ഇന്ന് നടക്കേണ്ട പ്രവർത്തനങ്ങൾ ആരാ അവിടെ ചെയ്യാം? നിങ്ങളുടെ പ്രദേശത്ത് ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ ആശാവർക്കറുടെ, അത് ആരാ ചെയ്യാം? അത് വരാത്തവര് ചെയ്യുമല്ല, ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഇവിടെ കിടക്കും. സ്മൃതി, ഇതൊരു പ്രശ്നമാണ്. നമ്മൾ ഈ സമരം റിപ്പോർട്ട് ചെയ്യുമ്പോഴും ആ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് ആശാവർക്കർമാർ നേതൃത്വം നൽകി പ്രദേശത്ത് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആരോഗ്യരംഗത്ത്. പ്രധാനമായും ആരോഗ്യരംഗത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം നോക്കി നടത്തുന്നത് ഇവർ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ വലിയൊരു വിഭാഗം സമരവുമായി വരുന്നു, പ്രതിഷേധവുമായി വരുന്നു. ഇങ്ങോട്ടേക്ക് എത്താത്തവരാണെങ്കിൽ അവരുടെ പിന്തുണ മാനസികമായി ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ആശാവർക്കർ എന്ന് പറയുന്ന നിലയിലേക്ക് ഈ സമരം മാറുമ്പോഴും ഇത് ഒത്തുതീർക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏത് ജില്ലയിൽ നിന്നാണ്? കൊല്ലം ജില്ലയിൽ നിന്ന്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? അല്ല, ഞങ്ങൾ തുടങ്ങി മുതൽ വരുന്നുണ്ട്. എന്താ ഇത്, എങ്ങനെ ഇനി മുമ്പോട്ട് പോകുക? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് ഉന്നയിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഞങ്ങൾ പിന്മാറത്തില്ല. അത് ആനുകൂല്യങ്ങളെന്ന് പറഞ്ഞാൽ ആർക്കും, സാധാരണപ്പെട്ട ആർക്കും മനസ്സിലാവുന്ന ആവശ്യമായ, ഏറ്റവും അത്യാവശ്യമായതാണ്. ഞങ്ങൾ മിനിമം വേതനമേ ചോദിച്ചിട്ടുള്ളൂ. മിനിമം വേതന, വീട് വീടാന്തരം കയറി ഇറങ്ങുന്ന ഞങ്ങൾ സാധു സ്ത്രീകൾക്ക് മിനിമം വേതനം ചോദിച്ചു. പിന്നെ 18 വർഷമായിട്ട് ജോലി ചെയ്ത് വിരമിക്കാറായ ആശമാരുണ്ട്. അവർക്ക് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളുമായിട്ടാണ് വിരമിക്കുന്നത്. അവർക്ക് വിരമിക്കുമ്പോൾ വെറും കൈയോടെ ഇറങ്ങിപ്പോകാതെ ഒരു ചെറിയ കോമ്പൻസേഷൻ 5 ലക്ഷം പറയുന്നെങ്കിൽ അതിൻ്റെ പകുതിയെങ്കിലും കൊടുത്താൽ തിരിഞ്ഞു പോകുന്ന ആശമാർ. കോവിഡിൻ്റെ ഒക്കെ സമയത്ത് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അതിൻ്റെ ഇപ്പം നിങ്ങൾ വേണ്ടെന്നാണോ? അതെ, ഇപ്പം അവർക്ക് ഞങ്ങളെ ഒഴിവാക്കിയപ്പോൾ വോളണ്ടിയേഴ്സിനെ എടുക്കാമെന്നുള്ള ഒരു. എങ്ങനെ ആ പരിശീലനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളെ മാറ്റി നിർത്തുക എന്നുള്ളതാണോ ഉദ്ദേശം? എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ മാറ്റി ഞങ്ങൾ മാറത്തില്ല, മാറ്റാൻ പറ്റത്തുമില്ല. ഞങ്ങൾ അതിനെ നേരിടും. എവിടുന്നാണ് വരുന്നത്? കുലശേഖരം, കൊല്ലം ജില്ല. കൊല്ലം ജില്ല കുലശേഖരം.